സെൽഫികൾ വർദ്ധിച്ച ലോകത്താണ് നാം താമസിക്കുന്നത്, നാം ജീവിക്കുന്നത്. എല്ലാ സൽക്കർമ്മങ്ങളും ക്യാമറക്കണ്ണിൽ പകർത്തിയെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഹജ്ജ് കർമ്മങ്ങളും ഉംറയും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെയും ഇന്ന് ക്യാമറക്കണ്ണുകൾ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ഒരു നിർവൃതി കൊള്ളുന്ന കാലത്താണ് നാം ഉള്ളത്. എന്തിനേറെ പാവപ്പെട്ടവനൊരു ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നത് പോലും ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ആ മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയാൻ പറ്റാത്ത രീതിയിൽ അത് പ്രചരിപ്പിച്ച് സംഘടനാ വലിപ്പങ്ങളും വ്യക്തിപരമായ വലിപ്പങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേവലം വില കുറഞ്ഞ കാലത്താണ് നാം ജീവിക്കുന്നത്. നാം എന്ത് നന്മ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശൈത്താൻ നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഏത് നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴും അതിൽ നിന്ന് മനസ്സിൽ ഒരു മോശത്തരങ്ങൾ, നാം എന്ത് നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വസ്വാസ് ഉണ്ടാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മുടെ ബദ്ധശത്രുവായ ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നാം നിസ്കരിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും മറ്റ് സദഖകൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഭൗതികമായ ചില താല്പര്യങ്ങൾ അവൻ നമ്മുടെ ഖൽബിലേക്ക് ഇട്ടുതരും. അങ്ങനെ ഇബ്ലീസ് നമ്മുടെ നന്മകൾ പൊളിച്ചു കളയാൻ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ നമ്മുടെ നന്മകൾ പൊളിഞ്ഞു പോകുന്നതിൽ നിന്ന് നാം സദാ ശ്രദ്ധയുണ്ടായിരിക്കണം. മറ്റുള്ളവരെ കാണാൻ വേണ്ടി നാം ചെയ്യുന്ന നന്മകൾക്കൊന്നും ആഖിറത്തിൽ നാം പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല. നാം ഒരാൾക്ക് എന്തെങ്കിലും സമ്പത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സദഖ ചെയ്താൽ അതുകൊണ്ട് നാം ദുന്യവിയായ വല്ലതും ലക്ഷ്യം വെച്ചെങ്കിൽ പിന്നീട് നമുക്ക് ആഖിറത്തിലേക്ക് അതിന്റെ കൂലിയെ പ്രതീക്ഷിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെയും ശിഷ്യന്മാരെയും വീട്ടിലേക്ക് ഒരാൾ ക്ഷണിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ആ വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിക്കുന്ന നേരം വീട്ടുടമ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഒന്നാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന പാത്രങ്ങൾ എടുക്കേണ്ടതില്ല, രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോഴുള്ള പാത്രങ്ങൾ നീ എടുത്താൽ മതി. ഇത് കേട്ട സമയത്ത് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പാവം 2 ഹജ്ജിന്റെ കൂലിയും നഷ്ടപ്പെടുത്തിയല്ലോ എന്ന്. ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോയവരാണെങ്കിലും ലോകമാന്യത കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഗർവ് നടിക്കൽ കൊണ്ട് ആ ഹജ്ജിന്റെ പ്രതിഫലങ്ങളൊക്കെ നാം നഷ്ടപ്പെടുത്തി കളയും. ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോയതാണെങ്കിലും മറ്റുള്ളവരെ കാണാനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തമല്ല നമ്മുടെ ലക്ഷ്യമെങ്കിൽ, അതുകൊണ്ട് നമുക്ക് ആഖിറത്തിലേക്ക് പ്രത്യേകം പുണ്യങ്ങളൊന്നും ലഭിക്കുകയില്ല. എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം നീയത്താണല്ലോ. റബ്ബാകുന്ന അള്ളാഹു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കാണുന്നുണ്ടെന്ന ഉദാത്തമായ ബോധ്യം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മനോഹരമാകും. നമ്മുടെ പരസ്യത്തെക്കാൾ മനോഹരമായ രഹസ്യ ജീവിതം നമുക്ക് ലഭിക്കും. കാരണം നമ്മെ സദാ നിരീക്ഷിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിച്ചു നൽകുന്ന നമ്മുടെ റബ്ബാണെന്ന ബോധ്യം നമ്മെ വഴി നടത്തും. അള്ളാഹു അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നിർവഹിക്കാൻ അവൻ ഭാഗ്യം നൽകട്ടെ.